മെയ് 28-ലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അർമേനിയ നടത്തിയ മിലിട്ടറി പരേഡ് അസർബൈജാൻ, റഷ്യ, പാശ്ചാത്യ പങ്കാളികൾ, ഡിഫൻസ് സപ്ലയേഴ്സ് എന്നിവർക്കുള്ള പ്രധാന സന്ദേശമായിരുന്നു. അർമേനിയ പുതിയതായി വാങ്ങിയ വിദേശ ഡിഫൻസ് സംവിധാനങ്ങൾ പ്രദർശിപ്പിച്ചതിൽ ഗണ്യമായ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളും ഉൾപ്പെടുന്നു. തുർക്കി, ജോർജിയ, അസർബൈജാൻ, ഇറാൻ എന്നിവയുമായി അതിർത്തി പങ്കിടുന്ന പശ്ചിമേഷ്യയിലെ ഒരു ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് അർമേനിയ. ആകാശ് പ്രതിരോധ സംവിധാനങ്ങൾ, പിനാക്ക റോക്കറ്റ് ലോഞ്ചറുകൾ, തോക്കുകൾ, റഡാറുകൾ മുതലായ ഇന്ത്യൻ നിർമ്മിത സംവിധാനങ്ങളാണ് പരേഡിൽ ഉണ്ടായിരുന്നത്. റഷ്യയിലുള്ള ആശ്രയം കുറച്ചുകൊണ്ട് ഫ്രഞ്ച്, ഇറാനിയൻ, ചൈനീസ് ഉപകരണങ്ങളുടെ പ്രകടനവും പരേഡിൽ ഉൾപ്പെടുത്തിയിരുന്നു. സമീപകാലങ്ങളിൽ അർമേനിയൻ സുരക്ഷയെ പിന്തുണയ്ക്കുന്നതിൽ റഷ്യയുടെ കഴിവോ താൽപ്പര്യമോ ഇല്ലാത്തതിലെ നിരാശ ഇതിൽ പ്രതിഫലിക്കുന്നു. തുർക്കി, പാകിസ്ഥാൻ എന്നിവയുടെ പിന്തുണയാണ് അയൽക്കാരായ അസർബൈജാനെ സൈനികമായി ശക്തിപ്പെടുത്തുന്നത്. അതിനാൽ ഇന്ത്യൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങളെ വിശാലമായ സന്തുലിത ശ്രമത്തിന്റെ ഭാഗമായാണ് അവതരിപ്പിച്ചത്. എതിരാളികളായ അസർബൈജാൻ, തുർക്കി, പാകിസ്ഥാൻ എന്നിവയ്ക്കുള്ള വ്യക്തമായ സന്ദേശമാണിത്. വർഷങ്ങളായി ആയുധ ഇറക്കുമതി രാജ്യമായാണ് ഇന്ത്യ അറിയപ്പെട്ടിരുന്നത്. ആകാശ്, പിനാക്ക തുടങ്ങിയവ ഒരു വിദേശ രാജ്യം പ്രാധാന്യത്തോടെ പ്രദർശിപ്പിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ്. വലിയ മത്സരമുള്ള ആയുധ വിപണിയിൽ ഇന്ത്യൻ സിസ്റ്റങ്ങളുടെ മൂല്യം ഇത് വർദ്ധിപ്പിക്കും. ആഗോള വിപണിയിൽ സജീവമാകുന്നത് കൂടുതൽ വിദേശ രാജ്യങ്ങളുടെ വിശ്വാസ്യത ആർജിക്കാൻ ഇന്ത്യയെ സഹായിക്കും. പാശ്ചാത്യ ആയുധങ്ങൾക്ക് ബദലുകൾ തേടുന്ന ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഈസ്റ്റേൺ യൂറോപ്പ് എന്നിവിടങ്ങളിലെ പല രാജ്യങ്ങളുടെയും ശ്രദ്ധ ആകർഷിക്കാനും ഇത് സഹായിക്കും. ഇന്ത്യയുമായി $2 ബില്യൺ അതായത് 19,000 കോടി രൂപയുടെ പ്രതിരോധ കരാറുകളിൽ അർമേനിയ ഏർപ്പെട്ടിട്ടുണ്ട്. ഇത് ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഉപഭോക്താവായി അർമേനിയയെ മാറ്റിയിരിക്കുന്നു. ആയുധ വിപണിയിലെ വിജയം വലിയ തോതിലുള്ള പിന്തുണയെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ സമയബന്ധിതമായ ഡെലിവറി, അറ്റകുറ്റപ്പണി, സ്പെയർ പാർട്സ്, പരിശീലനം എന്നിവ ഉറപ്പാക്കുന്നത് ഇന്ത്യക്ക് നിർണായകമാവും. അർമേനിയ തങ്ങളുടെ സുരക്ഷാ പങ്കാളിത്തങ്ങൾ പുനഃക്രമീകരിക്കുകയാണെന്നും ആ പരിവർത്തനത്തിന്റെ കേന്ദ്ര ഭാഗമായി ഇന്ത്യ മാറിയിരിക്കുന്നുവെന്നും ഉള്ള പരസ്യ പ്രഖ്യാപനമായിരുന്നു ഈ വർഷത്തെ പരേഡിലൂടെ നടത്തിയത്. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായം ആഗോള സ്വാധീനത്തിലേക്ക് മാറുന്നതിൻ്റെ വ്യക്തമായ സൂചനകളിൽ ഒന്നാണിത്. ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യം സൈനിക സ്വാധീനത്തെക്കാൾ ആത്യന്തികമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്.